Hello dear students, welcome to the session. The topic which we are going to discuss today is pricing policies. Okay, so in the last week we have already learned about what you meant by pricing, then which are the different stages which is involved in the pricing decisions, and also we have seen the different factors which is influencing the pricing decisions. So the factors includes both the internal as well as the external factors. അപ്പം നമുക്കറിയാം അതായത് കോമ്പറ്റീഷൻ അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ് ദെൻ ഡിമാൻഡ് ദെൻ വാട്ട് ഗവൺമെൻറ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഇതൊക്കെയാണ് നമ്മൾ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം നമുക്കറിയുന്നത് പോലെ തന്നെ എപ്പോഴും നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ പ്രൈസ് ഷുഡ് നോട്ട് ബി ടു ഹൈ ഓർ ഇറ്റ് ഷുഡ് നോട്ട് ബി ടു ലോ. അതൊത്തിരി കൂടിക്കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് സെറ്റ് ചെയ്തതിനേക്കാളും ഒത്തിരി പ്രൈസ് നമ്മൾ കൂട്ടിയിട്ടാണ് സെറ്റ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ആരും തന്നെ വരില്ല അല്ലേ? അതേപോലെ തന്നെ പ്രൈസ് ഒത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ കോസ്റ്റിനെ പോലും നമുക്ക് കവർ ചെയ്യാൻ സാധിക്കാത്ത അത്രയും താഴെയാണ് നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്തതെങ്കിൽ നമ്മുടെ കോസ്റ്റ് തന്നെ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അല്ലേ? കോസ്റ്റിന്റെ റിക്കവർ ചെയ്യാൻ പോലും നമുക്ക് എമൗണ്ട് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴും നമുക്ക് ആ ഒരു മാർക്കറ്റിൽ അധികം നാള് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ എപ്പോഴും നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു റീസണബിൾ റേറ്റിൽ വേണം നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ പ്രൈസിങ് ഡിസിഷൻ എന്ന് പറയുന്നത് അത്രയും ക്രൂഷ്യൽ ആയിട്ടൊരു കമ്പോണന്റ് ആണ് പ്രൈസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. അത് സ്റ്റാർട്ടിങ്ങിൽ മാത്രമല്ല ആ ഒരു പ്രോഡക്റ്റിന്റെ എൻറ്റയർ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രൈസിങ് ഡെസിഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ആപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് വേണം നമ്മൾ എപ്പോഴും ആ ഒരു പ്രോഡക്റ്റിന് സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രൈസിങ് പോളിസീസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് പ്രൈസിങ് പോളിസീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അതായത് ഇറ്റ് ക്യാൻ ബി മാക്സിമൈസേഷൻ ഓഫ് സെയിൽസ് ഓർ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ സർവൈവൽ ആയിരിക്കാം, അതല്ലെങ്കിൽ എന്തായിരിക്കാം ടു ഇൻക്രീസ് ദി ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഇൻ പ്രൈസസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യുക അല്ലെ, ടു പ്രിവെന്റ് ഓർ അവോയ്ഡ് ദി കോമ്പറ്റീഷൻ ആയിരിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ഫേമിന്റെ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാനായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അതിന് നമ്മൾ സഹായിക്കുന്നതാണ് ഈ പ്രൈസിങ് പോളിസി എന്ന് പറയുന്നത്. അപ്പം അതായത് നമുക്കറിയാം നോർമലി നമ്മുടെ ഒരു പോളിസി എന്ന് പറയുന്ന ഒരു ടേമിന്റെ മീനിങ് എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ദി ജനറൽ ഗൈഡ് ലൈൻസ് ഓർ ഇറ്റ് പ്രൊവൈഡ്സ് ദി ജനറൽ ഫ്രെയിംവർക്ക് അല്ലെ? നമ്മൾക്ക് ആവശ്യമുള്ള ഗൈഡ് ലൈൻസ് തരുന്നതിനാണ് ഒരു പോളിസീസ് എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കമ്പനി എടുത്തില്ല, ആ കമ്പനി ഫോളോ ചെയ്യുന്ന പല പോളിസീസ് ഉണ്ടായിരിക്കും. മാർക്കറ്റിംഗ് പോളിസി ഉണ്ടായിരിക്കും, അതേപോലെ റെമ്യൂണറേഷൻ പോളിസി ഉണ്ടായിരിക്കും, പിന്നെ പറയുന്ന ഡിഫറെൻറ്റ് പോളിസീസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് തന്നെയാണ് ഈ പ്രൈസിംഗ് പോളിസി എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ദി ഗൈഡ് ലൈൻസ് ഓർ ഇറ്റ് പ്രൊവൈഡ്സ് ദി ജനറൽ ഫ്രെയിംവർക്ക് within which the pricing decisions are taken. എന്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പ്രൈസിംഗ് ഡിസിഷൻസ് എടുക്കാനായിട്ട്? ആ ഒരു ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈസിംഗ് പോളിസീസ് എന്ന് പറയുന്നത്. Okay, so pricing policies provides the guidelines within which pricing strategy is formulated and implemented. നമുക്കറിയാം pricing strategy എന്ന് പറയുമ്പോൾ different type of strategies ആയിരിക്കും. Psychological pricing ആയിരിക്കാം, അല്ലെങ്കിൽ geographical pricing ആയിരിക്കാം, then what skimming pricing ആയിരിക്കും, അല്ലെങ്കിൽ penetration pricing ആയിരിക്കും. അപ്പോൾ ഇതിൽ പല തരത്തിലുള്ള pricing strategies ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് സ്ട്രാറ്റജി വേണം നമ്മൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്? ഓക്കെ, അപ്പൊ അതിന് ഡിസൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈസിംഗ് പോളിസീസ് എന്ന് പറയുന്നത്. So this pricing policy is the policy adopted to determine the price of a product. അതായത് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് സെറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് നിർണ്ണയിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ആ ഒരു പോളിസിയാണ് നമ്മുടെ പ്രൈസിംഗ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, then basically there are three type of pricing policies. മൂന്ന് തരത്തിലുള്ള pricing policies ഉണ്ട്. ഒന്ന് cost based pricing policy, രണ്ട് demand based pricing policy, and മൂന്നാമത്തെ competition based pricing policies. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ cost based pricing policy എന്ന് പറയുന്നത്. അപ്പോൾ cost based pricing policy ആ ഒരു ടേമിനെ നമുക്ക് അറിയാം, that is cost based, which means here the
price of a product is determined on the basis of the total cost per unit. അതായത് ആ ഒരു പ്രോഡക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ policy of setting price essentially on the basis of the total cost per unit. ഓക്കെ, അപ്പം ആ ഒരു കോസ്റ്റ് ഓറിയന്റഡ് പ്രൈസിങ് പോളിസി അല്ലെങ്കിൽ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസി എന്ന് ഇതിന് പറയും. അതായത് ഇവിടെ നമ്മൾ ബേസിക്കലി നമ്മൾ നോക്കുന്നത് എന്ത് മാത്രമാണ്, ആ ഒരു പ്രൊഡക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ്, അതിനെ മാത്രമാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് മാത്രമാണ് നമ്മളിവിടെ എംഫസൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത്തരത്തിലുള്ള പ്രൈസിങ് പോളിസീസ് നമ്മൾ കോസ്റ്റ് ഓറിയന്റഡ് പ്രൈസിങ് പോളിസി അതല്ലെങ്കിൽ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസി എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ ഇതിൽ ഈ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസീസിൽ 4 തരത്തിലുള്ള പ്രൈസിങ് മെത്തേഡ്സ് വരുന്നുണ്ട്. ഒന്ന് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, 2 ടാർഗറ്റ് പ്രൈസിങ്, ദെൻ മൂന്നാമത്തെ മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് ആൻഡ് ഫോർത്ത് വൺ ഇസ് ബ്രേക്ക് ഇവൻ പ്രൈസിങ്. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മെത്തേഡാണ് ഈ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറയുന്നത്. അത്ര ഒരു കോംപ്ലിക്കേറ്റഡ് വേർഷൻ ഒന്നല്ല, സിമ്പിൾ ആയിട്ടൊരു മെത്തേഡാണ് ഈ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് ആ ഒരു ടേമിൽ നിന്ന് അറിയാം, ഇവിടെ നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എന്തിന്റെ ബേസിസിലാണ്, കോസ്റ്റ് പ്ലസ് സംതിങ് അല്ലെ, കോസ്റ്റിന്റെ കൂടെ നമ്മൾ എന്തോ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രോഡക്റ്റിന്റെ ഫൈനൽ പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു മെത്തേഡ് പ്രകാരം എപ്പോഴും നമ്മൾ ആ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അസർട്ടൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ബൈ ആഡിങ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് to the cost of the product per unit. ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് under this method price is computed by adding a certain percentage of profit to the cost of the product per unit. അതായത് കോസ്റ്റ് പെർ യൂണിറ്റിന്റെ കൂടെ നമ്മൾ എത്ര ശതമാനം പ്രോഫിറ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ആ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രോഡക്റ്റിന്റെ ഫൈനൽ പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. Okay, hope you understand this cost plus pricing method. That means here the price is computed by adding a certain percentage of profit to the cost of the product per unit. Okay, ഇവിടെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ കോസ്റ്റ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ഇൻക്ലൂഡ് ദി പ്രൊഡക്ഷൻ കോസ്റ്റ്. പ്രൊഡക്ഷൻ കോസ്റ്റിൽ നമുക്കറിയാം വാരിയബിൾ കോസ്റ്റ് ഉണ്ടായിരിക്കും, ഫിക്സഡ് കോസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മളിവിടെ എടുക്കുന്നത് ഏതാണ്, പ്രൊഡക്ഷൻ കോസ്റ്റ്. ഇത് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, സോ കോസ്റ്റ് ഇൻക്ലൂഡ്സ് പ്രൊഡക്ഷൻ കോസ്റ്റ്, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റുകൾ വരാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്നതാണ് നമ്മൾ ആ ഒരു പ്രോഡക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. Okay, so this cost includes the total cost of a product. It includes both the fixed cost as well as the variable cost. അവിടെ variable fixed എന്ന segregation എല്ലാ തരത്തിലുള്ള ആ ഒരു കോസ്റ്റുകളെയും അത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ ഒരു കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡ്സ് അല്ലെങ്കിൽ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് മെത്തേഡ്സ് നമ്മൾ മാർജിൻ പ്രൈസിംഗ് എന്ന് പറയും, അതല്ലെങ്കിൽ ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് എന്ന് പറയും, അതല്ലെങ്കിൽ മാർക്കപ്പ് പ്രൈസിംഗ് എന്നും ഇതിനെ പറയും. ഓക്കെ, സോ മാർജിൻ പ്രൈസിംഗ്, ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് ഓർ മാർക്കപ്പ് പ്രൈസിംഗ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് 100 രൂപയാണ് ചിലവ് വന്നിരിക്കുന്നത്. ആ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് 100 rupees ആണ്, എല്ലാ കോസ്റ്റും കൂടിയിട്ട്. അപ്പം നമ്മൾ വിചാരിക്കുകയാണ് നമുക്കൊരു 20 രൂപയും കൂടി ഒരു പ്രൊഡക്റ്റിന് നമുക്ക് എന്ത് വേണം, പ്രോഫിറ്റ് കിട്ടണം. അപ്പം നമ്മളോട് വയ്ക്കുന്ന പ്രൈസ് എത്രയായിരിക്കും, കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അല്ലെ, 100 + 20. സോ ദാറ്റ് ഈസ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 120 rupees നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്നുണ്ടാവും. ഇതാണ് ഇവിടുത്തെ ഒരു ബേസിക് മെത്തേഡ് എന്ന് പറയുന്നത്, കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് മെത്തേഡ്. നമുക്കറിയാം it is most suitable method when it is difficult to forecast the future demand. നമുക്ക് ഡിമാൻഡ് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ, ഡിമാൻഡ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിൽ നമുക്കിത് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അതേപോലെ തന്നെ ഇതൊരു സേഫസ്റ്റ് മെത്തേഡാണ്. അതായത് നമുക്ക് കോസ്റ്റ് നമുക്ക് എന്തായാലും കവർ ചെയ്യും. കാരണം എന്താണ്, നമുക്ക് ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. കോസ്റ്റിന്റെ കൂടെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കൂടി നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, ഒരു സേഫസ്റ്റ് മെത്തേഡാണ്.
പിന്നെ പ്രൈസ് നമുക്ക് എളുപ്പം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇപ്പം മൾട്ടി പ്രോഡക്റ്റ് ഫേംസ് ആയാലും അല്ലെങ്കിൽ സിംഗിൾ പ്രോഡക്റ്റ് ഫേംസ് ആയാലും ഏത് തരത്തിലുള്ള ഫേംസിനും ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് ഈ കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഒരു സ്റ്റെബിലിറ്റി ഈ ഒരു മെത്തേഡിനുണ്ട്. ഇറ്റ് എൻഷുവേഴ്സ് സ്റ്റെബിലിറ്റി ഇൻ പ്രൈസിങ് ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ബൈ ഓൾ ദി ഫേംസ് വിത്തിൻ ദി ഇൻഡസ്ട്രി. അതായത് ഇപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ തന്നെ എല്ലാ ഫേംസിനും ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. സോ ദാറ്റ് ദി പ്രൈസ് വാർ ക്യാൻ ബി അവോയ്ഡഡ്. ഓക്കെ, ആ ഒരു പ്രൈസ് വാർ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ കോസ്റ്റ് പ്ലസ് പ്രൈസിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. ഇപ്പം ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വന്നിരിക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50% മാർജിൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് ഈ ഒരു സാൻഡ്വിച്ചിന്റെ ഫൈനൽ പ്രൈസ് 150 rupees. ഇറ്റ് ഈസ് 100 പ്ലസ് 100 രൂപയുടെ 50% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 50 rupees അല്ലേ. സോ 100 പ്ലസ് 50 എന്ന് പറയുമ്പോൾ 150 rupees നമ്മളിത് സെല് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഇതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ്, അതായത് ഈ കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിന് ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ഡിമാൻഡിന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സോ ഇറ്റ് ഇഗ്നോർസ് ദി ഇഫക്റ്റ് ഓഫ് ഡിമാൻഡ്. അതേപോലെ തന്നെ മാർക്കറ്റ് കണ്ടീഷൻസ്, അതേപോലെ തന്നെ അതായത് മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറയുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതേപോലെ തന്നെ മാർക്കറ്റ് കണ്ടീഷൻ, ഇതിനൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ നമ്മൾ ബേസിക്കലി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആവറേജ് കോസ്റ്റ് മാത്രം. നമ്മളവിടെ മാർജിനൽ കോസ്റ്റ്, ഇൻക്രിമെന്റൽ കോസ്റ്റ്, അത്തരത്തിലുള്ള കോസ്റ്റുകൾ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഇറ്റ് ഗിവ്സ് ടു മച്ച് ഇമ്പോർട്ടൻസ് ഫോർ ദി പ്രിസിഷൻ ഓഫ് അലോക്കേഷൻ ഓഫ് കോസ്റ്റ്. Okay, so these are the disadvantages of this cost plus pricing method. So in short, this cost plus pricing method, which means that is here the price of a product is determined on the basis of the total cost plus a certain percentage of the profit. Okay, then next method is target pricing method. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ് പറയുന്നത്, ദാറ്റ് ഈസ് ടാർഗറ്റ് പ്രൈസിങ്. ഇവിടെ ടാർഗറ്റ് പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ under this method cost is added with a predetermined target rate of return on capital invested. ഓക്കെ, നമ്മൾ ഈ ഒരു മെത്തേഡ് ടാർഗറ്റ് പ്രൈസിംഗ് പ്രകാരം കോസ്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യണം. അതായത് നമ്മളുടെ ആ ഒരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ നമ്മൾ ഇത്ര ശതമാനം റിട്ടേൺ കിട്ടണം എന്നൊരു ടാർഗറ്റ് റേറ്റ് ഉണ്ടായിരുന്നു അല്ലെ, എത്രയെങ്കിലും കിട്ടണം എന്നൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം നമ്മുടെ ആ ഒരു കോസ്റ്റിന്റെ കൂടെ നമ്മൾ അതും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പ്രൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ അതായത് ഈ ഒരു മെത്തേഡ് പ്രകാരം കമ്പനി അവരുടെ ഫ്യൂച്ചർ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യും, അതേപോലെ തന്നെ ഫ്യൂച്ചർ കോസ്റ്റ് ഫോർകാസ്റ്റ് ചെയ്യും. ഓക്കെ, അതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിംഗ് കൂടി നമ്മൾ പറയും. ഇപ്പോൾ നമ്മളിവിടെ ആദ്യം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ഫ്യൂച്ചർ സെയിൽസും ഫ്യൂച്ചർ കോസ്റ്റും നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളിവിടെ എന്താ പറയുക, എസ്റ്റിമേറ്റ് ചെയ്യും അല്ലെ, പ്രെഡിക്റ്റ് ചെയ്യും, ഫോർകാസ്റ്റ് ചെയ്യും. അതിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കോസ്റ്റിന്റെ കൂടെ നമ്മൾ ഈ ഒരു ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ നമ്മളിവിടെ ആഡ് ചെയ്യും. അപ്പം എന്നിട്ടാണ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള പ്രൈസിങ്ങിനെയാണ് നമ്മൾ ഈ ഒരു ടാർഗറ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഈ റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിങ് എന്ന് കൂടി നമ്മളിവിടെ പറയുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ടാർഗറ്റ് പ്രൈസിങ് ഈസ് ഓൾസോ നോൺ ആസ് ദി റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിങ്. സോ ഈ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിങ് അല്ലെങ്കിൽ ടാർഗറ്റ് റിട്ടേൺ പ്രൈസിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് മെത്തേഡ് ഗ്യാരണ്ടീസ് എ സർട്ടൻ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. തീർച്ചയായിട്ടും അല്ലേ, നമ്മൾ പറഞ്ഞു നമ്മുടെ കോസ്റ്റിന്റെ കൂടെ നമ്മൾ ആ ഒരു ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ കൂടി നമ്മളവിടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇറ്റ് ഗ്യാരണ്ടീസ്, ഇറ്റ് അഷ്യൂർസ്, ഓക്കെ, തീർച്ചയായിട്ടും നമുക്കൊരു സർട്ടൻ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അത് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയ പ്രോഡക്ട്സിന് ഇപ്പോൾ ആദ്യമായിട്ട് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ആണെങ്കിൽ ആ ഒരു പ്രോഡക്ട്സിന് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാവുന്ന മെത്തേഡാണ്. ഓക്കെ, ദെൻ ഈ ഒരു മെത്തേഡിൽ അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. ഓക്കെ, എപ്പോഴും നമ്മൾ പ്രിവെൻഷൻ ആണ്
നല്ലത് അല്ലേ? നമ്മൾ ആ ഒരു സംഭവം നടന്ന് അയ്യോ എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് നല്ലത് എന്താണ് അത് നടക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് നമ്മൾ ആലോചിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതൊരു ലോങ് ടേം പ്രൈസ് പോളിസിയാണ്. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേണിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അതേസമയം അതിന് ചെറിയ ചെറിയ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ വെൻ ദർ ഇസ് എ ടഫ് കോമ്പറ്റീഷൻ ഇൻ എ മാർക്കറ്റ്. ഇപ്പം ആ ഒരു മാർക്കറ്റിൽ അത്രയും ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ മെത്തേഡ് അല്ല. അതേപോലെ തന്നെ ഇറ്റ് ഇഗ്നോർസ് ദ ഡിമാൻഡ് ഓഫ് ദി പ്രോഡക്റ്റ്. നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡിനെ അത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് പ്രിഡിറ്റർമൈൻ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. കാരണം നമ്മുടെ ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ എന്താണ് പറയുന്നത്, സെയിൽസ് നമ്മൾ പ്രിഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, കോസ്റ്റ് നമ്മൾ പ്രിഡിറ്റർമൈൻ ചെയ്യുന്നത്, അതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു കോസ്റ്റിന്റെ കൂടെ നമ്മുടെ ഈ ഒരു ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റ് പ്രിഡിറ്റർമൈൻ ചെയ്യാന്ന് പറയുന്നത്, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാന്ന് പറയുന്നത്, ഫോർകാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ടാർഗറ്റ് പ്രൈസിങ്ങിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. So this is the second method which comes under the cost-based pricing policy. That is target pricing method. Then third method ആണ് marginal cost pricing. Okay, നമുക്ക് ആ ഒരു terminal നമുക്ക് അറിയാൻ പറ്റും. That is marginal cost pricing, which means your variable cost. ഓക്കെ, ഇവിടെ നമ്മൾ വാരിയബിൾ കോസ്റ്റ് മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതായത് ആ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്താണ് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ്സ് പോലുള്ള നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് ആണ് എടുക്കുക അല്ലെ. വാരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എന്നുള്ളൊരു സെഗ്രിഗേഷൻ ഇല്ലാതെ നമ്മൾ ടോട്ടൽ കോസ്റ്റിനെയാണ് എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യാറ്. പക്ഷേ ഈ ഒരു മെത്തേഡ് പ്രകാരം, അതായത് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് മെത്തേഡ് പ്രകാരം ഇവിടെ നമ്മൾ മാർജിനൽ കോസ്റ്റ് അഥവാ വാരിയബിൾ കോസ്റ്റിനെ മാത്രമേ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ഫോക്കസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ അതിനെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. So under this marginal cost pricing, price is determined on the basis of the variable cost. Here the fixed costs are totally excluded. നമ്മൾ ഫിക്സഡ് കോസ്റ്റിനെ കംപ്ലീറ്റ്ലി നമ്മളിവിടെ ഒഴിവാക്കാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ വാരിയബിൾ കോസ്റ്റിനെ മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ദിസ് മെത്തേഡ് is also called as the variable cost pricing. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് നമ്മൾ എടുക്കുന്നില്ല, നമ്മൾ വാരിയബിൾ കോസ്റ്റിനെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, ഫിക്സഡ് കോസ്റ്റിനെ കംപ്ലീറ്റ്ലി നമ്മളിവിടെ ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കോസ്റ്റ് ആണ് ഏത് മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ പ്രൊഡക്ട്സിന് അത്രയും കുറഞ്ഞ ഡിമാൻഡാണ്. പ്രൊഡക്ട്സ് ഹാവ് എ ലോ ഡിമാൻഡ്. ഓക്കെ, നമുക്ക് ഈ ഒരു മെത്തേഡ് അത്ര നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ വാരിയബിൾ കോസ്റ്റിന് നമുക്ക് കവർ ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ലോ ഡിമാൻഡ് സിറ്റുവേഷൻ നമുക്ക് ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെന്താണ്, ആ ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ ത്രൂ ഔട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഷോർട്ട് ടേം പ്രൈസിംഗിലാണെങ്കിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ന്യൂ പ്രോഡക്റ്റിന്റെ സിറ്റുവേഷനിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്, പ്രൈസിംഗ് മെത്തേഡാണ് നമ്മുടെ ഈ ഒരു മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതേപോലെ അതായത് ആ ഒരു പ്രോഡക്റ്റ് നമുക്കറിയാം, മാർജിനൽ കോസ്റ്റ് നമ്മളൊരു വാല്യുബിൾ കോസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേം മേ നോട്ട് ബി ഏബിൾ ടു കവർ അപ്പ് ദി കോസ്റ്റ്. ആ ഒരു ടോട്ടൽ കോസ്റ്റ് എന്താണ് ആ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഒരു ഫേമിന് കവർ ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ വാല്യുബിൾ കോസ്റ്റ് മാത്രമേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ ഇറ്റ് റിക്വയർസ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓൺ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്. ഈ ഒരു മാർജിനൽ കോസ്റ്റിനെ കുറിച്ച് നല്ലൊരു അറിവ് നമുക്കൊരു നോളജ് ഉണ്ടായിരിക്കണം. ദെൻ ലോങ് റണ്ണിലേക്ക് അതത്ര ഒരു ബെസ്റ്റ് മെത്തേഡ് നമുക്ക് ഇവിടെ പറയാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ when costs are decreasing, this method is not suitable. കോസ്റ്റ് കുറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ ഈ ഒരു മെത്തേഡ് പ്രകാരം വാല്യുബിൾ കോസ്റ്റിനെ മാത്രമേ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ വാല്യുബിൾ കോസ്റ്റ് മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പം കോസ്റ്റ് കുറഞ്ഞു വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഒരു മാർജിനൽ കോസ്റ്റ് പ്രൈസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്, അത് ലോസിലേക്ക് വരെ എത്താനായിട്ട് സാധ്യത ഉണ്ടാവും.
ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ ഒരു മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് മെത്തേഡിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്ന് പറയുന്നത്. നമ്മുടെ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസിയിൽ വരുന്ന നാലാമത്തെ പ്രൈസിംഗ് മെത്തേഡാണ് ബ്രേക്ക് ഈവൻ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ബ്രേക്ക് ഈവൻ പ്രൈസിംഗ് പറയുന്നത് ദിസ് ഇസ് എ ഫോം ഓഫ് ടാർഗറ്റ് റിട്ടേൺ പ്രൈസിംഗ്. ഓക്കെ, അതായത് ഈ ഒരു ബ്രേക്ക് ഇവൻ പ്രൈസിംഗ് നമുക്ക് ബ്രേക്ക് ഇവൻ എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ. നമുക്ക് അവിടെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ഓക്കെ, അതായത് നമ്മുടെ അവിടെ ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. നമ്മുടെ ആ ഒരു ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ആ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ബ്രേക്ക് ഇവൻ എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ സെയിൽസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അവിടെ എന്താണ്, സീറോ ആണ്. നമുക്ക് നമ്മുടെ ലോസ് വരുന്നുണ്ടോ, ഇല്ല അല്ലേ. നമുക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ഇത് രണ്ടും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസിയിൽ വരുന്ന നാലാമത്തെ മെത്തേഡ്, ദാറ്റ് ഈസ് ബ്രേക്ക് ഇവൻ പ്രൈസിംഗ്. അപ്പം ഈ ഒരു മെത്തേഡ് പ്രകാരം ആ ഒരു പ്രൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മുടെ ഫേമിന്റെ ബ്രേക്ക് ഇവൻ പോയിന്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും അല്ലെ. ഫേം ഫസ്റ്റ് ഡിറ്റർമൈൻസ് ദി ബ്രേക്ക് ഇവൻ പോയിന്റ് ഹിയർ. അതായത് ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് ദാറ്റ് പോയിന്റ് വേർ there is no profit no loss situation. No profit no loss situation ആണ് ഈ ഒരു ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഇവൻ പ്രൈസിംഗ് പ്രകാരം എപ്പോഴും നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽസ് ടു ദി ആവറേജ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ്. അതായത് ആ ഒരു പ്രോഡക്റ്റിന്റെ ആവറേജ് കോസ്റ്റിനോട് ഈക്വൽ ആയിരിക്കും നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്തില്ല, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. സോ ഇറ്റ് ഇസ് എ ബ്രേക്ക് ഇവൻ സിറ്റുവേഷൻ. So this means both the variable cost and the fixed cost are covered, but it does not include any kind of profit. Our product total cost, അതായത് total cost എന്ന് പറയുമ്പോൾ both the variable and fixed cost രണ്ടും കവർ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ഒരു പ്രോഫിറ്റ് എലിമെന്റ് വരുന്നില്ല. ഓക്കെ, അത്തരത്തിലുള്ള ഒരു മെത്തേഡാണ് പ്രൈസിംഗ് മെത്തേഡാണ് നമ്മുടെ ഈ ഒരു ബ്രേക്ക് ഇവൻ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്രൈസിംഗ് പോളിസീസ്. അതിൽ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ബേസിക്കലി 4 മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ് ആണ് വരുന്നത്. അതായത് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് ഉണ്ട്, ദെൻ ടാർഗറ്റ് പ്രൈസിംഗ്, മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് ആൻഡ് ഓൾസോ ദി ബ്രേക്ക് ഇവൻ പ്രൈസിംഗ്. ഓക്കെ, സോ hope you understand the session. Thank you.